സൗത്ത് ആഫ്രിക്കയിൽ, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അവിടെ ഇലക്ഷനാണ്. പക്ഷേ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾക്കും, അതായത് അവിടെ സർവേ നടക്കുന്നു, പല രീതിയിലുള്ള ഒപ്പീനിയൻസ്, അത് വെച്ച് നോക്കുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് വലിയൊരു ശതമാനത്തിനും ഇപ്പോഴവിടെയുള്ള ജനാധിപത്യത്തോട് താല്പര്യമില്ല. എന്താണ് അതിൻ്റെ കാരണം? അവർ പറയുന്നത് നേരത്തെ 30 വർഷം മുമ്പാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഫൈറ്റിലാണ് വെളുത്ത വർഗക്കാർ അവരുടെ ഭരണത്തിൽ നിന്നും പോകുന്നു, കറുത്ത വർഗക്കാർ അവിടെ ഭരണത്തിൽ വരുന്നു. 30 വർഷം കൊണ്ട് ആ രാജ്യത്തെ ഏറ്റവും വലിയ, ആഫ്രിക്കയിൽ തന്നെ അവിടുത്തെ ജനസംഖ്യ വെച്ച് ആനുപാതികം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്രൈം കൂടിയ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക മാറി. കഴിഞ്ഞ 2023 ഏകദേശം 24,000 പേരാണ് വെടികൊണ്ട്, അതായത് കള്ളന്മാരും കൊള്ളക്കാരും ആൾക്കാർ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്, കത്തിക്കുത്ത് അങ്ങനെയുള്ള സംഭവം. അതായത് ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ് തകർന്നു പോയി. ഈ പറയുന്നത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള ആഫ്രിക്കൻ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. കാരണം ഞാനിവിടെ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ സ്ഥിതിയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ലോ ആൻഡ് ഓർഡർ പോയി, റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ പിടിച്ചു പറി, ആൾക്കാർ വെടിവെച്ച് കൊല്ലുന്നു. ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജേക്കബ് സുമ, അദ്ദേഹത്തിന് സുപ്രീം കോർട്ട് അനുവദിച്ച ശേഷമാണ് അവിടെ മത്സരിക്കാനുള്ള പെർമിഷൻ പോലും കിട്ടിയിരിക്കുന്നത്. ഇനി രാഷ്ട്രീയക്കാരെ പറ്റി പറയുവാണെങ്കിൽ ഹൈലി കറപ്റ്റഡായി, അതായത് അവിടെ കറപ്ഷൻ അല്ലാതെ ഒന്നും നടക്കില്ല എന്ന രീതിയിലേക്ക് ആ രാജ്യം മാറി. ഒന്നാമത് കറപ്ഷൻ, രണ്ടാമത് ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ് താറുമാറായി. വെടിവെപ്പ്, കൊള്ളക്കാർ, റാക്കറ്റ്, മാഫിയ അവരുടെ കയ്യിലോട്ട് ഇതങ്ങ് പോയി ഈ രാജ്യം പൂർണ്ണമായിട്ടും. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പല ആളുകളും വെളുത്ത വർഗ്ഗക്കാർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഇന്ത്യക്കാരും മറ്റുള്ള ഭാഗത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു. പലരും നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഭരണം തന്നെയായിരുന്നു ജേക്കബ് സുമ നയിച്ചിരുന്നത്. അതിനുശേഷം വന്നു ഇതേ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഗാസയ്ക്ക് അനുകൂലമായിട്ട് ഇൻ്റർനാഷണൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ജനസൈഡ് എന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ഈ സൗത്ത് ആഫ്രിക്കയുടെ ഈ സംഭവം മാറ്റാൻ വേണ്ടി അവർ ചെയ്ത ഒരു തരികിട പരിപാടിയാണ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ഇസ്രായേലിനെതിരെയുള്ള കേസ്. കാരണം സൗത്ത് ആഫ്രിക്കയുടെ പേര് ഗ്ലോബലി ഭയങ്കരമായിട്ടൊക്കെ മാറി. അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാകുന്നില്ല. ഏറ്റവും കൂടുതൽ ഗോൾഡ് ഖനനം ചെയ്യുന്ന ഒരു രാജ്യമാണ്. എല്ലാ രീതിയിലും ഹൈലി കറപ്റ്റഡായി. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അവർക്ക് പഴയ രീതിയിലുള്ള, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സൗത്ത് ആഫ്രിക്കയാണ് താല്പര്യം. കാരണം അവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ടായിരുന്നു, പിടിച്ചുപറി ഇല്ലായിരുന്നു, കറപ്ഷൻ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടത് തിരിച്ചു വന്നുകൂടാ? ഈ ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്. അതായത് ലോകത്തിലെ ആദ്യത്തെ തന്നെ ഒരു രാജ്യം, അതായത് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കയിൽ ഒരു രാജ്യം പറയുകയാണ് അവർക്ക് തിരിച്ച് ജനാധിപത്യത്തോട് താല്പര്യമില്ല. എന്തിനാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി വരുന്നു, ആ ക്യാബിനറ്റും മന്ത്രിമാരും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയും ഹൈലി കറപ്റ്റഡ് ആകുന്നു. ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ടൂറിസം എന്ന് പറഞ്ഞ് സൗത്ത് ആഫ്രിക്കയിൽ നാശമായിപ്പോയി. കേപ്പ് ടൗൺ പല 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 ഏരിയകളുണ്ട്, ഡർബൻ, ജോഹന്നാസ്ബർഗ്, ഇവിടൊന്നും ആളുകൾ വരുന്നില്ല. അതേപോലെ തന്നെ സഫാരി പാർക്കിൽ പോലും ആളുകൾ വരാൻ ഭയക്കുന്നു. അവരുടെ എല്ലാ ഒഴുക്കിപ്പോൾ കെനിയയിലോട്ട് പോവുകയാണ്, കാരണം വൈൽഡ് ലൈഫ് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ജനാധിപത്യ സംസ്കാരം സൗത്ത് ആഫ്രിക്കയിൽ വന്നത്, അതിൻ്റെ പിറകിൽ എന്തൊക്കെയാണ് ചലിച്ചത്? കാരണം ജനാധിപത്യത്തിൽ കൂടെ വന്ന ഒരു സർക്കാർ, ഇപ്പം നെൽസൺ മണ്ടേലയാണെങ്കിലും പിന്നീട് ആരൊക്കെ ഭരിക്കാൻ വന്നു, പിന്നീട് ആ രാജ്യത്തെ മുഴുവനായിട്ട് നശിപ്പിച്ചു.
ഹൈലി കറപ്റ്റഡായി. അപ്പം അതിൻ്റെ ഒരു സർവേയിൽ പറയുന്നത്, എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിനിൽ പറയുന്നത്, ഒരു 10 പൊളിറ്റീഷ്യനെ എടുക്കുകയാണെങ്കിൽ അതിൽ 10 പേരും കറപ്റ്റഡാണ്, ഹൈലി കറപ്റ്റഡാണ്. പണമില്ലാതെ അവിടെ ഒന്നും നടക്കുകയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ പൊളിറ്റീഷ്യൻ തന്നെയാണ് അവിടെയുള്ള ക്രൈം റാക്കറ്റിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരന് പോലും റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, അവന് ട്രെയിനിൽ കൂടെ മറ്റുള്ള വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വരെ കയറിയാണ് ഫയർ ചെയ്യുന്ന മാഫിയകൾ. പിന്നെ നിങ്ങൾ കേട്ട് കാണും, അവിടുത്തെ ഒരു വെൽ നോൺ ഫുട്ബോൾ സ്റ്റാറിനെ വെടിവെച്ച് കൊന്നു. അതായത് മാഫിയകളും റാക്കറ്റും കറപ്ഷനും കൊണ്ട് ഹൈലി ഒരു നാശമായ ഒരു രാജ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക മാറി. അവർക്ക് ജനാധിപത്യം വേണ്ട, അവർക്ക് നേരത്തെ ഉണ്ടെന്ന് ഓട്ടോക്രസിയാണ് ഏറ്റവും താല്പര്യം. ആലോചിച്ച് നോക്കുക. ഇതാണ് ഇന്ന് സൗത്ത് ആഫ്രിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.